ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെൻട്രാവല്ലി പനോരമിക് ട്രെയിൻ യാത്ര കഴിഞ്ഞ് ലൊക്കാർനോയിൽ നിന്നും ലുഗാനയിലേക്ക് തിരികെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെനോറോയിൽ നിന്ന് ഗോഡോളയിലൂടെയും റിയാസിനോയിലൂടെയും ട്രെയിൻ യാത്ര ആരംഭിക്കുകയും ഒടുവിൽ ലുഗാനോയിൽ എത്തുകയും ചെയ്യുന്നത് വൈവിധ്യമാർന്നതും കാഴ്ചയിൽ ആകർഷകവുമായ അനുഭവം നൽകുന്നു. പ്രത്യേകിച്ച് ട്രെയിനിൻ്റെ ഇടതുവശത്ത് നിന്ന് നോക്കുമ്പോൾ തടാകങ്ങളുടെ കാഴ്ചകൾ ഒഴികെയുള്ള സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ, ആകർഷകമായ ഗ്രാമങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വഴിയിൽ നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്ന മനോഹരമായ ഹൈലൈറ്റുകളിലൂടെ ഈ വ്യാഖ്യാനം നിങ്ങളെ നയിക്കുന്നു. ട്രെയിൻ ടെനോറോയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടതുവശത്തു നിന്നുള്ള പ്രാരംഭ കാഴ്ച ടിസിനോ മേഖലയിലെ ഉരുണ്ട കുന്നുകളും വിശാലമായ ഹരിത പ്രകൃതി ദൃശ്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. സമൃദ്ധമായ കുന്നുകളുടെയും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളുടെയും മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് ടെനോറോ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് നോക്കുമ്പോൾ ട്രെയിൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭൂപ്രദേശത്തിൻ്റെ മൃദുലമായ ഉയർച്ചയും താഴ്ചയും നിങ്ങൾ നിരീക്ഷിക്കും. പ്രദേശത്തിൻ്റെ കാർഷിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന വയലുകൾ പലപ്പോഴും വൃത്തിയുള്ള പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നു. പരമ്പരാഗതമായ സിസ് ഫാം ഹൗസുകളും നാടൻ കെട്ടിടങ്ങളും ഭൂപ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഗ്രാമീണ പ്രകൃതിക്ക് ആകർഷകമായ സ്പർശം നൽകുന്നു. നമ്മുടെ വ്യൂസിനോടൊരു പ്രധാന കാര്യം ഷെയർ ചെയ്യാനുള്ളത്, ലുഗാനോയിൽ നിന്നും ആർത്ത് ഗോൾഡാവ് വഴി സൂറിക്കിന് പോകുന്ന റൂട്ടിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഗോദാർഡ് ബേസ് ടണൽ ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഏറ്റവും താഴ്വഴി പോകുന്ന ടണൽ കാണുന്നത്. പിന്നെ ഗ്രാഫ് പോലെ കാണുന്നതാണ് അവിടുത്തെ ആ മലകൾ നിൽക്കുന്നത്. അതിൻ്റെ അടിയിലൂടെ ആ താഴ്ന്ന പ്രദേശത്തൂടെയാണ് ഈ ടണൽ പോകുന്നത്. ഇതിൻ്റെ നീളം 57.1 കിലോമീറ്ററാണ്. 2016 തുറന്ന ഗോദാർഡ് ബേസ് ടണൽ സിസ് ആൽപ്സ് പർവ്വതനിരകളിലൂടെ കടന്നു പോകുന്ന 57 കിലോമീറ്റർ റെയിൽവേ തുരങ്കമാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽ തുരങ്കവും ആൽപ്സ് പർവ്വതനിരകളിലൂടെയുള്ള ആദ്യത്തെ താഴ്ന്ന നിലയിലുള്ള പരന്ന പാതയുമാണിത്. സ്വിറ്റ്സർലൻഡിലെ ബോഡിയോയ്ക്കും എർസ്റ്റ്ഫെൽഡിനും ഇടയിലാണ് ഇരട്ട ഒറ്റ ട്രാക്ക് അതിവേഗ റെയിൽ തുരങ്കങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ വീണ്ടും ലൊക്കാർനോയിൽ നിന്ന് ലുഗാനയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇടയ്ക്കിടെയുള്ള തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളുടെയും ദൃശ്യങ്ങൾ പ്രദേശത്തിൻ്റെ ഇടയ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്നു. ഇടതൂർന്ന പച്ചപ്പും ഇടയ്ക്കിടെയുള്ള മരക്കൂട്ടങ്ങളും ശാന്തവും ക്ഷണികവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മുമ്പോട്ടുള്ള മനോഹരമായ യാത്രയ്ക്ക് ഉള്ള ടോൺ സജ്ജമാക്കുന്നു. ട്രെയിൻ ഗോഡോളയെ സമീപിക്കുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ തുറന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വിശാലമായ കൂടുതൽ വൈവിധ്യമാർന്ന താഴ്വരയുടെ ഭൂപ്രകൃതിയിലേക്ക് മാറാൻ തുടങ്ങുന്നു. ഇടതുവശത്തു നിന്ന് ടെനോറോയ്ക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് മഗഡിനോ സമതലത്തിൻ്റെ പരന്ന വിസ്തൃതിയിലേക്ക് ട്രെയിൻ കടന്നു പോകുമ്പോൾ ഭൂപ്രകൃതി മാറുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. മാഗിയ വെർസാസ്ക നദികളുടെ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡോള താഴ്വരയുടെ ഫലഭൂഷ്ടമായ ഭൂമിയുടെ മനോഹരമായ കാഴ്ച നമുക്ക് നൽകുന്നു. ഇവിടെ കുന്നുകളും വിശാലമായ വയലുകളും മരങ്ങളുടെ കൂട്ടങ്ങളാലും ചെറിയ കാടുകളാലും വിഭജിക്കപ്പെടുന്ന ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ, ഗോഡോളയുടെ മനോഹരമായ വാസ്തുവിദ്യ, അതിൻ്റെ ചരിത്രപരമായ കെട്ടിടങ്ങളും സാൻ നിക്കോളാവോ ചർച്ചിൻ്റെ ബെൽ ടവർ ഉൾപ്പെടെ മനോഹരമായ കാഴ്ചയ്ക്ക് സാംസ്കാരിക മാനം നൽകുന്നു. ട്രെയിൻ ട്രാക്കുകൾ പലപ്പോഴും ഈ താഴ്വരയുടെ ഹൃദയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഗ്രാമീണ വയലുകളുടെയും പരമ്പരാഗതമായ സിസ് വാസ്തുവിദ്യയുടെയും മനോഹരമായ സംയോജനത്തെ അഭിനന്ദിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഗോഡോളയിൽ നിന്ന് തുടരുന്ന ട്രെയിൻ സിസ് ഗ്രാമീണ മനോഹാരിത പ്രകടിപ്പിക്കുന്ന
ഒരു ഗ്രാമമായ റിയാസിനോയിൽ എത്തിച്ചേരുന്നു. ഇടതുവശത്ത് തുറസായ വയലുകൾ, ഉരുണ്ട കുന്നുകൾ, ഇടയ്ക്കിടെയുള്ള വനപ്രദേശങ്ങൾ എന്നിവയാൽ പ്രശാന്തമായ ഗ്രാമീണ ഭൂപ്രകൃതി നിങ്ങൾക്ക് അനുഭവപ്പെടും. വൃത്തിയായി ചിട്ടപ്പെടുത്തിയ വയലുകളിലും പരമ്പരാഗതമായ ഫാം ഹൗസുകളിലും റിയാസിനോയുടെ കാർഷിക സ്വഭാവം പ്രകടമാണ്. ഗ്രാമത്തിലൂടെ നെയ്തെടുക്കുന്ന ടിസീനോ നദിക്കരയിലൂടെ ട്രെയിൻ നീങ്ങുന്നു. ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നദിയിൽ തന്നെ അല്ലെങ്കിലും അതിൻ്റെ സാന്നിധ്യം ചുറ്റുമുള്ള ഭൂപ്രകൃതിയെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നു. ഫലഭൂയിഷ്ഠമായ വയലുകളും നന്നായി പരിപാലിക്കുന്ന തോട്ടങ്ങളും പ്രദേശത്തിൻ്റെ ശക്തമായ കാർഷിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശാന്തമായ ചെരുവുകളും ഇടയ്ക്കിടെയുള്ള നാടൻ ഫാം ഹൗസുകളും ഗ്രാമത്തിൻ്റെ ഇടയ സ്വഭാവത്തിന് സംഭാവന നൽകുന്നു. ഇവിടെല്ലാം ഈ കൃഷി ഫാമുകളാണ്. നന്നായിട്ട് കൃഷി ഇറക്കിയിട്ടേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ഉഴുത് എല്ലാം വിതയ്ക്കാൻ പാകത്തിനാക്കിയിരിക്കുന്നു. മഞ്ഞെല്ലാം മാറി തണുപ്പ് മാറിയപ്പോൾ ഈ പുല്ലെല്ലാം പൊട്ടിത്തളുത്ത് അതുപോലെ തന്നെ നമ്മുടെ അവർ വിത്തെല്ലാം വിതച്ച് പുതിയ കൃഷിയിലേക്ക് തിരികുകയാണ്. ഇപ്പം നമ്മളിവിടെ പോകുന്ന വഴിക്ക് പല ഈ മുന്തിരിത്തോട്ടങ്ങളും കണ്ടിരുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ അതിൻ്റെ ആ ഒരു കാമ്പ് മാത്രമേ ഉള്ളൂ. ഇതും ഒരു മുന്തിരിത്തോട്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ സമയത്താണ് ഈ മഴയല്ല മഞ്ഞ് മാറി അത് കഴിയുമ്പോഴാണ് ഈ ചൂട് കൂടുതൽ വന്നു കഴിയുമ്പോഴാണ് അതിന്ന് പൊട്ടിത്തളുത്ത് നന്നായിട്ട് ഇത് വള്ളി വീശി അതേന്ന് മുന്തിരിക്കുലകളുണ്ടായി എടുക്കുന്നത്. അപ്പം മുന്തിരി പഴുത്ത് അതിൻ്റെ ഈണ്ടെല്ലാം എടുത്തു കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവിടുത്തെ ഈ മഞ്ഞുകാലം വരും. അപ്പോൾ അന്നേരം ഈ വന്ന ഈ ചെറിയ ചെറിയ കമ്പുകളെല്ലാം വെട്ടിയൊതുക്കി വീണ്ടും അതിനെ ആ ഒരു മഞ്ഞിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അങ്ങനെ കർഷകർ നിർത്തുന്നു. വീണ്ടും ഈ ഒരു പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത മഞ്ഞുകാലം മാറി ചൂടയിലൊക്കെ വരുമ്പോഴത്തേനും വീണ്ടും ഇത് പൊട്ടിത്തെളുക്കുന്നു. വീണ്ടും ഈ പറഞ്ഞ പോലെ ഈൽഡ് എടുക്കുന്നു. അതൊരു പ്രോസസ്സ് ഇങ്ങനെ ഒരു സൈക്കിളാണ്, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ലുഗാനോയെ സമീപിക്കുമ്പോൾ റിയാസിനോയുടെ ശാന്തമായ ഗ്രാമീണ കാഴ്ചകളിൽ നിന്ന് കൂടുതൽ വികസിത നഗര അന്തരീക്ഷത്തിലേക്ക് ലാൻഡ്സ്കേപ്പ് മാറുന്നു. ഇടതുവശത്തു നിന്ന് ശാന്തമായ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ലുഗാനോയുടെ സവിശേഷമായ സബർബൻ നഗരപ്രദേശങ്ങളിലേക്കുള്ള മാറ്റത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കും. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ റെസിഡൻഷ്യൽ അയൽപ്പക്കങ്ങളുടെയും ഹരിതയിടങ്ങളുടെയും സമന്വയത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ കഴിഞ്ഞ് നമ്മളൊരു തുരങ്കം കയറാൻ പോവുകയാണ്. ഈ തുരങ്കം കഴിയുമ്പോഴത്തേനും പിന്നെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഈ ഇപ്പം കാണുന്ന പ്രദേശങ്ങളൊക്കെ കൂടുതൽ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. നമ്മളിനി ആ ലുഗാനോയുടെ ആ ഒരു നഗര പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ മലയുടെ ഒരു തുരങ്കം കടന്നു. ഇപ്പം നമ്മളപ്പോൾ അത് കഴിഞ്ഞിട്ട് ലുഗാനോയുടെ ആ ടൗണിൻ്റെ നമ്മളിപ്പം പറഞ്ഞ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളും അയൽപ്പക്കങ്ങളുടെയും ഹരിതയിടങ്ങളുടെയും സമന്വയത്താൽ അടയാളപ്പെടുത്തിയിരിക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആധുനികവും പരമ്പരാഗതവുമായ സിസ് വാസ്തുവിദ്യയുടെ മിശ്രിതമാണ് ലുഗാനോയുടെ പ്രാന്തപ്രദേശങ്ങളുടെ സവിശേഷത. സമകാലിക അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ മുതൽ ക്ലാസിക് സിസ് വീടുകൾ വരെയുള്ള വിവിധ ഭവനശൈലികൾ നിങ്ങൾ നിരീക്ഷിക്കും. ഇടതുവശത്ത് നിന്നുള്ള കാഴ്ച തുറസായ വയലുകളിൽ നിന്ന് നഗരവ്യാപനത്തിലേക്കുള്ള പരിവർത്തനത്തെ പകർത്തുന്നു. വളരുന്ന നഗര ദൃശ്യങ്ങൾക്കിടയിൽ പച്ചപ്പിൻ്റെ സ്പർശം നൽകുന്ന മരങ്ങൾ നിറഞ്ഞ തെരുവുകളും പാർക്കുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ലുഗാനോയുടെ ഹൃദയഭാഗത്ത് എത്തുമ്പോൾ നഗരത്തിൻ്റെ കൂടുതൽ ഊർജ്ജസ്വലവും തിരക്കേറിയതുമായ പ്രദേശങ്ങൾ ദൃശ്യമാകും. ട്രെയിനിൻ്റെ ഇടതുവശം നഗരത്തിലെ വാണിജ്യ പാർപ്പിട ഘട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ദൃശ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു.
ചുറ്റുമുള്ള കുന്നുകളും ഹരിതയിടങ്ങളും മനോഹരമായ ഒരു പശ്ചാത്തലം പ്രദാനം ചെയ്യുന്നത് തുടരുന്നു. നഗര പരിസ്ഥിതി കൂടുതൽ പ്രധാനമർഹിക്കുന്നുണ്ടെങ്കിലും ടിസിനോ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കാഴ്ചയുടെ ഒരു പ്രധാന ഭാഗമായി തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നു. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചാനലിനൊരു വളർച്ചയും കിട്ടും. അതുവഴി കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നഗരകാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ഒരു യാത്ര ടെനോറോയിൽ നിന്ന് ഗോഡോളയിലൂടെയും റിയാസിസിനോയുടെയും ലുഗാനോയിലേക്കുള്ള ട്രെയിൻ യാത്ര വ്യത്യസ്തവും ദൃശ്യപരവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. ടെറോനോയിലെ മലനിരകളും പച്ചപതിച്ച പുൽമേടുകളും മുതൽ ഗാർഡിയോളയുടെ മനോഹരമായ താഴ്വര, റിയാസിനോയുടെ ഗ്രാമീണ പ്രശാന്തത, ലുഗാനോയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അർബൻ ലാൻഡ്സ്കേപ്പ് യാത്രയുടെ ഓരോ ഭാഗവും സവിശേഷവും അവിസ്മരണീയമായ കാഴ്ചയാണ് നമുക്ക് നൽകിയത്. മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രദേശങ്ങളും ആകർഷമായ ഗ്രാമങ്ങളും ടിസിനോ മേഖലയുടെ സമ്പന്നമായ പ്രകൃതിത്വവും സാംസ്കാരികവുമായ ടേപ്പസ്ട്രിയെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ട്രെയിൻ സവാരി പ്രകൃതിയുടെയും ജീവിതശൈലിയുടെയും ആകർഷമായ ഒരു പര്യവേഷണമായി മാറുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.